നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഹോസ്പിറ്റലില് ശ്രീജയും വിശ്വം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ശ്രീജ വിശ്വത്തോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പൊ ഇത്ര വയ്യായിക ഉണ്ടാകാൻ കാരണം വിക്രത്തെ കാണാത്തോണ്ടാ എന്ന് പറഞ്ഞു. വിശ്വം പറഞ്ഞു, അതെ, കുഞ്ഞുനാളിൽ മുതൽ അവനോട് പ്രത്യേക ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അമ്മയ്ക്കുണ്ട്. അവനെ കാണാതെ ഇത്രയും ദിവസമായില്ലേ, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടാ. അവനെ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, എന്നാലും അവന് എവിടെ എന്താണെന്നും അറിയത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്താലോ, ഞാൻ വേദയെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിച്ചു. എന്തിന്? അല്ല, വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? ഒരു പക്ഷേ വേദ എങ്ങാനും അവൻ വിളിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല. അവന് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ അവള്. അപ്പൊ പിന്നെ വിളിക്കുവോ എന്ന് ചോദിച്ചു. പറയാൻ പറ്റില്ല വിശ്വേട്ടാ. എന്നാണെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വയ്യായികയെന്ന് പറഞ്ഞാൽ അവൾ ഓടി വരും. അവൾക്ക് അമ്മയെ അത്ര ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ അവൾ അറിഞ്ഞു കഴിയുമ്പോൾ അവള് പറയത്തില്ലേ, ഇത്രയൊക്കെ ആയിട്ടും ശ്രീചേട്ടത്തി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ അവളെ ഒന്ന് വിളിച്ചോട്ടെ വിശ്വേട്ടാന്ന് ചോദിച്ചു. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ ചെയ്യ എന്ന് വിശ്വം പറഞ്ഞു. ഇതേ സമയത്ത് ശ്രീനിവാസന് അങ്ങനെ ജാമ്യത്തിൽ പുറത്തിറങ്ങുവാണ്. ശ്രീനിവാസനെയും കൊണ്ട് ജോസഫും കുറെ പാർട്ടി അണികളും രാജേട്ടനും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ മാലയൊക്കെ ഇട്ട് ഗംഭീരമായ സ്വീകരണം കൊടുത്ത വീട്ടിലേക്ക് കൊണ്ടിരുന്നേ. അപ്പോഴേക്ക് സുധ വന്നിട്ട് ചോദിച്ചു, ശ്രീനിയേട്ടൻ ജാമ്യം കിട്ടിയോന്ന് ചോദിച്ചു. ജാമ്യമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നീട് പാർട്ടി അണികളോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പാർട്ടി ഓഫീസിലേക്ക് പോയിക്കോ. രാജേട്ടനോടും ജോസഫിനോടൊക്കെ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു. നിങ്ങൾ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ രാജേട്ടനും ജോസഫും ഒക്കെ അകത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് ശ്രീനിവാസൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. ശ്രീനിവാസൻ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നേ. അല്ല, ശരിക്കും പറഞ്ഞാൽ വിക്രമില്ലാത്തതിൻ്റെ ഒരു കുറവറിയാനുണ്ട്. വിക്രം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പ്രചരണം നടത്താനും ഒക്കെ പറ്റിയാലും. വിക്രത്തിൻ്റെ കുറവ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞു, അവൻ എങ്ങോട്ടാ പോയത്? ഇങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അന്ന് അവനെ കാണാതെ പോയതല്ലേ. ശരിക്കും അവന് ഇനി വാസവൻ്റെ ആൾക്കാരെങ്ങനും പിടിച്ചുകൊണ്ട് പോയതാണോന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ശ്രീനിവാസൻ സുധയോട് പറഞ്ഞു, നീ എൻ്റെ ഫോണിങ് തരാൻ പറഞ്ഞു. സുധ ഫോൺ കൊടുത്തു. ശ്രീനിവാസൻ അതിനകത്തുനിന്ന് വാസവനെ വിളിക്കുവാണ്. വാസവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി. നോൺ വെയിലബിൾ ഒഫൻസ് ചുമത്തി എന്നെ അകത്ത് കിടത്താനായിരുന്നു നിങ്ങൾ ശ്രമിച്ചല്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വാസവൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിലൊന്നുമില്ല, അറിയാലോ. അതിന് ഞാൻ വോട്ടെണ്ണുമ്പോഴാണ് ഞാൻ പ്രതികാരം ചെയ്യുന്നത്. അല്ലാതെ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്തായാലും നിങ്ങളെ അകത്താക്കാൻ നോക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ എനിക്ക് നിങ്ങളെ അല്ല വേണ്ടേ, അവനെയാ വേണ്ട, വിക്രത്തിനെ. സാരമില്ല, അവനെ എൻ്റെ കൈ കിട്ടും. അവനെ ഞാൻ വെള്ളം പുതപ്പിച്ച് കിടത്തും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീനിവാസൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ആ സമയം സുധ ചോദിച്ചു, അല്ല വാസവൻ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. അയാളല്ല എന്നെ അകത്താക്കി എൻ്റെ പിന്നിൽ. പക്ഷേങ്കിൽ വേറെ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ദേഷ്യമുള്ളൂ. വിക്രത്തിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അയാൾ നടക്കണേ. അത് കേട്ടപ്പോൾ ജോസഫ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ആരായിരിക്കും? അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീനിവാസൻ പറഞ്ഞു, അല്ല, പുളിക്കനെ വെച്ച് കളിക്കണമെങ്കിൽ ഇതിനകത്ത് വേറെ ആരോ ഒരാളുണ്ട്. അയാളാണ് ഈ കളികളൊക്കെ കളിക്കണേ, അല്ലാതെ മറ്റാരും അല്ലെന്ന് പറഞ്ഞു. കാരണം ശ്രീനിവാസന് അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് വേദ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് തോർത്ത് ശക്തി കുടഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രം പറഞ്ഞു, ഓ മടുത്തു ഈ ഏകാന്ത ജീവിതം എന്ന് പറഞ്ഞു. ഏകാന്ത ജീവിതമോ? ഏകാന്ത ജീവിതം എങ്ങനെയാവും വിക്രു? നമ്മൾ രണ്ടുപേരുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഏകാന്ത ജീവിതം ആകുന്നതെന്ന് ചോദിച്ചു. നിനക്കത് പറയാം, എൻ്റെ ബുദ്ധിമുട്ട് എനിക്കെല്ലാം അറിയുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നിനക്കിതൊക്കെ പറയാം, എന്ത് ചെയ്യാനാന്ന് പറ. എൻ്റെ ഒരു അവസ്ഥ, ഞാൻ തടവുകാരനും നീ തടവിന് ശിക്ഷ വിധിച്ച ജഡ്ജി അല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദന ചിരിച്ചു. എന്നാലും പുലിമടയെ കയറി താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ത്രില്ലുള്ള കാര്യമല്ലെന്ന് ചോദിച്ചു. പുലിമടയോ? ഇതാ എന്തായി പുലിമടയാന്ന് തോന്നില്ലെന്ന് ചോദിച്ചു. പിന്നെ വലിയ പുലികളാണല്ലോ നിന്റെ അച്ഛനും ചേട്ടനും ഒക്കെ. എന്ത് പുലികളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, ശരി സമ്മതിച്ചു, എൻ്റെ അച്ഛനും ചേട്ടനൊന്നും പുലിയല്ല, നിങ്ങൾ പിന്നെ വലിയ ഊറാം പുലിയാണല്ലോ എന്ന് പറഞ്ഞു. ഊറാം പുലി? അതെന്ത് പുലി? ഈ എട്ടുകാരിയെ പോലുള്ള. അത് നിന്റെ അച്ഛനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, എൻ്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛനെ പറഞ്ഞ നീ എന്ത് ചെയ്യും? അച്ഛനെ പറഞ്ഞ എന്ത് ചെയ്യും, ഞാൻ കാണിച്ചു തരണോ എന്ന് ചോദിച്ചിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതിന് ഞാൻ അച്ഛനല്ലേ പറഞ്ഞുള്ളൂ, തന്താന്ന് പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ എന്ന് ചോദിച്ചു. വേദയ്ക്ക് അപ്പം ശരിക്കും ചിരി വന്നു. ഈ സമയം വിക്രം ചോദിച്ചു, നീ എന്തിനാ ചിരിക്കണേ? അല്ല, ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ പഴയ വിക്രമാദിത്യനും വേതാളം ആയോന്നേ. അത്രത്തോളൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്, ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിനും ചിരി വന്നു. അപ്പോഴാണ് വേദയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. പുറത്ത് വേദ ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു. പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് നീങ്ങിയിരിക്കുക. ഞാൻ പോയി
കോളൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ശ്രീജയായിരുന്നു അങ്ങേ തലയ്ക്കൽ. എന്താ ശ്രീജയടുത്തെന്ന് ചോദിച്ചു. അല്ല, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, സത്യം പറയുമോ വേദന എന്ന് ചോദിച്ചു. അല്ല എന്താ ശ്രീജയടുത്തി, അത് വിക്രത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു. വിക്രത്തെക്കുറിച്ച് പെട്ടെന്ന് വേദ പറഞ്ഞു. ഇല്ല എന്ന് പറയണം. എന്താ ശ്രീജയടുത്തി, അത് പിന്നെ വിക്രത്തിനെ ഒന്ന് കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അമ്മ ഇവിടെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലോ? അതെന്തു പറ്റി? പിന്നീട് കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് വേദയ്ക്ക് ടെൻഷനായി. ശരി ശ്രീജയടുത്തി, ഞാൻ അമ്മയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീജ പറഞ്ഞു, നല്ല കാര്യമോ വേദയെന്ന് പറഞ്ഞിട്ട് കോള് കട്ടി വേണം. പിന്നീട് വേദ മുറിക്കുള്ളിലേക്ക് വന്നു. വിക്രത്തോട് പറഞ്ഞു. വിക്രം മനസ്സിൽ കരുതിയതുപോലെ തന്നെയാ വിക്രത്തിന്റെ ആദ്യം ടെൻഷനും ഒക്കെ ശരിയായെന്ന് പറഞ്ഞു. അതെന്താ, നീ കാര്യം എന്താ വെച്ചാൽ പറ. ശ്രീജയടുത്തി എന്നെ ഇപ്പൊ വിളിച്ചതെന്ന് പറഞ്ഞു. അല്ല, ശ്രീജയടുത്തി എന്തിനാ വിളിച്ചേ? ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും കാര്യമുണ്ട് ശ്രീജയടുത്തി വിളിക്കൂന്ന്. എടി നീ കാര്യം പറ. അത് പിന്നെ അമ്മ ഹോസ്പിറ്റലിലാന്ന്. ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ചേ? അത് പിന്നെ അമ്മയ്ക്ക് ഇന്നലെ ഈ ഫിക്സ് ഒക്കെ ഉണ്ടായി. പിന്നെ ഇന്നൊരു നെഞ്ചുവേദനയൊക്കെ ആയിരുന്നു. പേടിക്കാനൊന്നുമില്ല, ആൻജിയോഗ്രാം ഒക്കെ ചെയ്തു, ബ്ലോക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ദേ എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറയാണ്. വിക്രു, നീ ഇതെന്താ കുഞ്ഞു പിള്ളേരെ പോലെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം, അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ. എനിക്കും കാണണം വേദ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാത്രി പോകാമെന്ന് പറഞ്ഞു രണ്ടുപേർക്കും ഒരുമിച്ച്. പിന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് കാണാൻ പോകാനായിട്ട് നമ്മൾ സിനിമാ തിയേറ്ററിലേക്കല്ലേ പോകുന്നേ, ഒരുമിച്ച് പോകാനായിട്ട് സിനിമ കാണാൻ പോകുന്നില്ലേ? എന്താ വിക്രു ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, നീ പോവണ്ടാന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ വിക്രു? അല്ല ഞാനും കൂടെ. അതെ വിക്രു, ഒരു കാര്യം ചെയ്യാം, അവൻ സ്റ്റോർ റൂമിൽ പോയിരുന്നാൽ മതി. എനിക്ക് അവിടെ കയറിയിരുന്ന ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അതെ, ഇവിടെ കുറേ പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട് അലമാരിക്കകത്ത്, ഏതെങ്കിലും പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിച്ചാൽ മതി. പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ എനിക്ക് ഉറക്കം വരും, അത് നല്ല കാര്യമില്ലേ, അവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. വിക്രത്തിനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അപ്പം ശ്രീജയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീജയോട് ചോദിച്ചു, ശ്രീജയടുത്തി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പം പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വിക്രത്തെ കാണാത്തതിൻ്റെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ കയറിയതാ. നീ വന്നല്ലോ, നിന്നെ കണ്ടുകഴിയുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് സമാധാനമാവുന്നൊക്കെ ശ്രീജ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതെ അച്ഛനും അമ്മയും മുറിക്കാത്തുണ്ട്, നീ അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വേദ അങ്ങോട്ട് കയറി ചെന്നു. വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലിക്ക് ഭയങ്കര സന്തോഷമായി. മോളെ നീ എന്നെ കാണാൻ വന്നല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് നേഴ്സ് വന്നിട്ട് ചോദിച്ചു, വിക്രത്തിന് ബൈസ്റ്റാൻഡർ ആരാ, ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് കാണണമെന്ന്. ആ സമയത്ത് മാഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് വേദ ചോദിച്ചു, എന്തിനാ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു. ടെൻഷൻ അടിക്കാതെ പിന്നെ എന്ത് ചെയ്യും, എനിക്ക് വിക്രത്തെ കാണാനൊക്കെ തോന്നുന്നുണ്ട്, അവൻ എന്ത് സംഭവിച്ചു എങ്ങനെയൊന്നും അറിയത്തില്ലോ, അവനെക്കുറിച്ചുള്ള ടെൻഷൻ ഓരോ നിമിഷം. അമ്മ ടെൻഷൻ അടിക്കണ്ട, വിക്രത്തെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമൽ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ചുറ്റും ശത്രുക്കളല്ലേ, കഴുകന്മാരെ പോലെ അവൻ്റെ ചുറ്റും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ഇടയായിട്ട് ഞാൻ കുറേ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കുണ്ട് മോളെ. എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അവനെ എങ്ങനെയാ എവിടെയാണെന്നും അറിയില്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അമ്മ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്താ മോളെ നീ പറഞ്ഞ്? കുറച്ചുകൂടെ അടുത്ത് വേദ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ മോളെ? അതെ വിക്രം എൻ്റെ കൂടെ ഉണ്ട്. പെട്ടെന്ന് കമല ചാടി എഴുന്നേറ്റു. മോളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. വിക്രത്തിനൊരു ആപത്തും പറ്റിയിട്ടില്ല. വിക്രത്തെ ഞാനാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനിയിപ്പം വിക്രമല്ല വരുണ്ട കേസിൽ കുറ്റക്കാരനെന്ന് തെളിയിക്കുന്നോടം വരെ വിക്രത്തിനെ എനിക്ക് ഒളിപ്പിച്ച് കഴിഞ്ഞാൽ മതിയാവുള്ളൂ. കാരണം അതുകൊണ്ടാണ് വിക്രത്തെ ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് കമല കെട്ടിപ്പിടിക്കുകയാണ് വേദയെ. എന്നിട്ട് പറഞ്ഞു, ശരിക്കും നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ്. നീ അല്ലാതെ വേറെ ആരായിരുന്നെങ്കിലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷം പങ്കുവെക്കുകയാണ്. പിന്നീട് വേദ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ദർശനെ കാണുകയാണ്. അങ്ങനെ അവർ റോഡ് സൈഡിൽ നിന്നൊരു കരിക്ക് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ദർശൻ പറഞ്ഞു, അല്ല വേദ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ കാണുമായിരിക്കും. ഒന്ന് കാണാൻ നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം, പക്ഷെ വിക്രത്തിൻ്റെ വീട് വിട്ട് ഇറങ്ങിയത് അതൊരു സ്റ്റുപ്പിഡിറ്റി ആയിട്ടോ എനിക്ക് തോന്നുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ. അല്ല നീ എന്തിനാ വേദ അവിടെ നിന്ന് ഇറങ്ങിയത്? വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ടാണോ? ഒരിക്കലും അല്ല. എനിക്ക് വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ടോ പിണക്കം കൊണ്ടോ അല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. വിക്രത്തോടൊപ്പം ജീവിക്കണം, അതുകൊണ്ടാന്ന് പറഞ്ഞു. വിക്രത്തോടൊപ്പം ജീവിക്കാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ ചില കാര്യങ്ങൾ എനിക്ക് ദർശനോട് തുറന്നു പറയാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴേലും ദർശന ആ കാര്യങ്ങളൊക്കെ അറിയും. പക്ഷെ അതുവരെ എനിക്കത് മറച്ചു വെച്ചാൽ മതിയാവുള്ളൂ. ദർശൻ ആരോടെങ്കിലും പറയൂ എന്നുള്ള ഭയം കൊണ്ടൊന്നും അല്ല, പക്ഷെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം. സത്യാവസ്ഥകൾ കുറേ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ആ സത്യാവസ്ഥകളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം വേണം
കാരണം വരുണിനെ കൊന്ന ആരാന്ന് എനിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദർശൻ എന്നോടൊപ്പം നിൽക്കില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ദർശൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്ത് തരാൻ പറ്റുന്നതാണ് ചെയ്തു തരണം ദർശൻ. കാരണം എനിക്ക് ദർശൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദർശനോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വേദ. പിന്നീട് വേദ പറഞ്ഞു, ഞാൻ ഈ കുറേ കാര്യങ്ങൾ ദർശനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ദർശനം കൂടെ അറിഞ്ഞ് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അറിയാലോ, എന്നെങ്കിലും ഒരിക്കലും സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോഴത്തേനും ദർശൻ എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ശങ്കരനാരായണൻ അതിലൂടെ കാറിൽ പോകുന്നത് ദർശനും വേദയും കൂടെ സംസാരിച്ച് നിൽക്കുന്നുണ്ടോ. ശങ്കരനാരായണൻ സംശയത്തോട് കൂടിയിട്ടാണ് നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ വേദ കുറേ കാര്യങ്ങളൊക്കെ ദർശനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരികെ മടങ്ങുന്നത്. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പത്മവും വർഷയും കുഞ്ഞും കൂടെ പുറത്ത് റെഡിയായിട്ട് വന്നു. ദീപ്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദീപ്തിയോട് പറഞ്ഞു, ഞങ്ങൾ പുറത്തേക്ക് പോവാം. ദേ ശ്രീയേട്ടൻ വരുവാണെങ്കിൽ ആഹാരം എടുത്ത് കൊടുത്തേക്കണമെന്ന് വർഷ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദീപ്തി മോളത്തെ മുറിയിലേക്ക് വരുവാണ്. ആ സമയത്താണ് വേദയുടെ മുറിയിൽ നിന്ന് സംസാരം കേൾക്കുന്നത്. വേദ പറയാം, കുറച്ച് ദിവസത്തോടെ നിന്നേ മതിയാവുള്ളൂ, എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നങ്ങനെ ഉപദേശിക്കുന്നത്. പെട്ടെന്ന് ദീപ്തി കഥയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുവാണ്. അകത്ത് വേറെ ആരുടെയും സംസാരം കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.